السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحابه أجمعين أما بعد. വളരെ പ്രാധാന്യമർഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃത്യമായും മനസ്സിലാക്കി അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നമസ്കാരം നമ്മളെല്ലാവരും കൃത്യമായി അതിനെ ഭംഗിയാക്കാനും കഴിവിൻ്റെ പരമാവധി നന്നാക്കാനുമൊക്കെ പരിശ്രമിക്കുന്നവരാണ്. നമസ്കാരം ശരിയാകുന്നതിന് 14 ഫർളുകൾ നമ്മൾ കൃത്യമായി അതിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. 14 ഫർളുകളിൽ ഒന്നാമത്തെ ഫർള് നീയത്താണ്. നമ്മളൊക്കെ നീയത്ത് ചെയ്യുന്നവരാണ്. ഏത് നിസ്കാരത്തിനായാലും നമ്മൾ നീയത്ത് ചെയ്ത് നിർവഹിക്കുന്നവരാണ്. നീയത്ത് ചെയ്യാതെ നമ്മൾ ആരും നിസ്കരിക്കാറില്ല. നീയത്ത് എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് നാവുകൊണ്ട് എന്തൊക്കെയോ മൊഴിയുന്നതിനാണ് നീയത്ത് എന്ന് പറയുന്നത്. അല്ല, നീയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ കരുതുക എന്നാണ്. പലരും നീയത്ത് നാവുകൊണ്ട് പറയും, പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെയും അവരുടെ കൽബ് വേറെ എവിടെയോ ആയിരിക്കും. നീയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കൽബാണ്. നമ്മുടെ കൽബിൽ നമ്മൾ എന്താണോ കരുതുന്നത് അതാണ്. കാരണം അള്ളാഹുവിന്റെ നോട്ടസ്ഥാനം കൽബാണ്. അള്ളാഹു നിങ്ങളുടെ വേഷവിധാനത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ ഒന്നും നോക്കൂല. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ കൽബിലേക്കാണെന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നീയത്ത് എന്ന് പറഞ്ഞാൽ കൽബാണ് അതിന്റെ സ്ഥാനം. കൽബിൽ നിന്നും നീയത്ത് വരണം. എന്നാൽ ഈ നാവ് എന്ന സാധനം ഹൃദയത്തെ സഹായിക്കുന്നത് കൊണ്ട് നെയ്യത്ത് പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ആ നെയ്യത്തിനെ മൊഴിയൽ സുന്നത്താണ് എന്ന് മാത്രം. അപ്പോൾ ഹൃദയം കൊണ്ട് കരുതൽ നിർബന്ധമാണ്. നാവ് കൊണ്ട് നെയ്യത്തിനെ മൊഴിയൽ എന്ന് പറയുന്നത് അത് സുന്നത്ത് ആണ്. ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ നമസ്കാരം ളുഹർ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഫർള് നിസ്കാരം എന്ന് പറയാറുണ്ട്. ഏത് നിസ്കാരം, ഇപ്പോൾ ളുഹറാണോ അസറാണോ എന്ന് നമ്മൾ പറയാറുണ്ട്. എത്ര റക്അത്താണെന്ന് നമ്മൾ അതിൽ പ്രതിപാദിക്കാറുണ്ട്. ഖിബിലയ്ക്ക് മുന്നിട്ട് എന്ന് പറയാറുണ്ട്. അദാ എന്നോ ഖളാ എന്നോ നമ്മൾ പറയാറുണ്ട്. അല്ലാഹു തആലയ്ക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. ഇവിടെയൊക്കെയും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയുള്ളത്, നിയ്യത്ത് ചെയ്യുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഈ പറയപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകും. നമസ്കാരത്തിന് ഖബൂലിയത്തില്ല, സ്വീകാര്യതയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കുകയില്ല. 3 കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. നീയത്തിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. മറ്റ് 3 കാര്യങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാലോ, കരുതാതിരുന്നാലോ, പറയാതിരുന്നാലോ ഒരിക്കലും നമ്മുടെ നമസ്കാരത്തിന് കോട്ടം സംഭവിക്കുന്നില്ല. അതൊരു സുന്നത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രം. പക്ഷേ 3 കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. ആ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇത് കേട്ട് നമ്മൾ കൃത്യമായി നമസ്കാരത്തിന് കൈകെട്ടുമ്പോൾ നമ്മുടെ കൽബിലേക്ക് 3 കാര്യങ്ങൾ കൃത്യമായി കടന്നു വരേണ്ടതുണ്ട്. ഒന്ന്, ഉസല്ലി എന്നുള്ള വാക്കാണ്. ഉസല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. മറ്റെല്ലാവിധ പ്രവർത്തനങ്ങളിൽ മാറി നിന്ന് നിസ്കാരം എന്ന കർമ്മത്തെ ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഉസല്ലി എന്ന് പറഞ്ഞാൽ. ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഒരാൾ നിയ്യത്തിൽ എല്ലാം പറഞ്ഞു, ഫർളെന്ന് പറഞ്ഞു, അദാ എന്ന് പറഞ്ഞു, ളുഹറെന്നോ അസറെന്നോ പറഞ്ഞു, പക്ഷെ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള വാക്ക് പറഞ്ഞില്ല എങ്കിൽ ആ നീയത്ത് ശരിയല്ല. അപ്പോൾ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയണം. ഉസല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത്, മറ്റ് നിസ്കാരങ്ങളിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് നിസ്കാരമാണെന്ന് പ്രത്യേകമായിട്ടും നീയത്തിൽ പറഞ്ഞിരിക്കണം. ഉദാഹരണമായി ളുഹറാണെങ്കിൽ ഉസല്ലി എന്ന് നമ്മൾ പറയണം. അവിടെ പറഞ്ഞിട്ട് ളുഹറാണെങ്കിൽ ളുഹർ എന്ന് പറയണം. അസറാണെങ്കിൽ അസർ എന്ന് പറയണം. മഗ്രിബാണെങ്കിൽ മഗ്രിബ് എന്ന് പറയണം. ഇത് ഏത് നിസ്കാരമാണെന്ന് കൃത്യമായിട്ട് അവിടെ വ്യക്തമാക്കിയിരിക്കണം. പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ പെരുന്നാൾ നിസ്കാരം, റവാത്തിബാണെങ്കിൽ റവാത്തിബ് നമസ്കാരം. ഇവിടെ പ്രത്യേകിച്ചും ഫർള് നമസ്കാരങ്ങളിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇത്ര റക്അത്ത് ഫർള് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പോയാൽ പറ്റൂല.
ലുഹർ എന്ന ഫർളിനെ ഞാൻ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസർ എന്ന ഫർളിനെ ഞാൻ നമസ്കരിക്കുന്നു, അവിടെ ഏത് നിസ്കാരമാണോ കൃത്യമായിട്ട് അതിൽ പറയണം. മൂന്നാമത്തത് നിർബന്ധമാകുന്ന നിയ്യത്തിൽ നിർബന്ധമാകുന്നത് ഫർളാണോ സുന്നത്താണോ എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ 5 വഖത്ത് നമസ്കരിക്കുമ്പോൾ 5 നേരത്തെ നമസ്കാരവും അത് നിർബന്ധമാണ്, ഫർദ് ഐനാണ്, അത് വാജിബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഫർളായ ലുഹറിനെ ഞാൻ നമസ്കരിക്കുന്നു, ഫർളായ അസറിനെ ഞാൻ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബ് എന്ന ഫർളിനെ ഞാൻ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇശാ എന്ന ഫർളിനെ ഞാൻ നമസ്കരിക്കുന്നു. 3 കാര്യം അതിൽ വന്നു. ഒന്ന് ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നു. മറ്റൊന്ന് ഫർള് എന്ന് പറയണം. മറ്റൊന്ന് ഏത് നിസ്കാരമാണോ ആ നിസ്കാരം. ഈ 3 കാര്യം നിയ്യത്തിൽ വളരെ നിർബന്ധമാണ് നമ്മൾ കരുതുമ്പോൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് നമ്മൾ കൈകെട്ടുമ്പോൾ നമ്മുടെ കൽബിലേക്ക് 3 കാര്യങ്ങൾ കടന്നു വരണം. ഏത് നിസ്കാരത്തിന് നമ്മൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഫർള് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ, ഉസല്ലി ഫർളൽ ലുഹരി, ലുഹർ എന്ന ഫർളിനെ ഞാൻ നമസ്കരിക്കുന്നു. ബാക്കി അദാ എന്നോ ഖലാ എന്നോ അല്ലാഹു തആലയ്ക്ക് വേണ്ടിയെന്നോ ഇത്ര റക്അത്തുകൾ എന്നോ കിബിലയ്ക്ക് മുന്നിട്ടെന്നോ ഇതൊക്കെ നമ്മൾ പറയണം. പക്ഷെ അതൊക്കെ സുന്നത്താണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നിയ്യത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം നിയ്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിലും മറ്റ് അഅ്മാലുകളിലുമൊക്കെ വന്നിട്ടുള്ള കുറവുകൾ, വീഴ്ചകളൊക്കെ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അവശേഷിക്കുന്ന നമ്മുടെ ഇബാദാത്തുകളിലൊക്കെയും കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അറിവിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലാഹു പൂർണ്ണമായി മാറ്റിത്തന്ന് ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ദീനിന്റെ ഖിദ്മത്തിലാക്കി അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് നേരത്തെ എത്തുന്നതാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.